ഹായ് ഫ്രണ്ട്സ്, സബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഫെബ്രുവരി മാസം 22-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും, ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും, അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 3 സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണ് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ. മലയാള സിനിമയാണ്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ട്. ടച്ച് മീ നോട്ട് ആണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാ മാതാപിതാക്കളും കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ഒന്നാമത്തെ സിനിമ ഒരു തമിഴ് മൂവിയാണ്. വെളിച്ചം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആപ്പിൾ ടി വിയിലോ അതുപോലെ തന്നെ ഗൂഗിൾ TV-യിലോ ആയിട്ടാണ് ഈ ഒരു സിനിമ, ഈ ഒരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. സലീം കുമാറൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ആരോമലിൻ്റെ ആദ്യത്തെ പ്രണയം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. യൂട്യൂബിൽ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ ആസ്വദിക്കാവുന്നതാണ്. ആരോമലിൻ്റെ ആദ്യത്തെ പ്രണയം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്തൊരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നാടു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ദ സസ്പെക്ട് എന്നൊരു മലയാളം മൂവിയാണ്. വിനീത് കുമാർ നായകനായ ഈ സിനിമയാണ്. ഐസ്ട്രീം OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഒരു സയൻസ് ഫിക്ഷൻ, ഫാന്റസി, ആക്ഷൻ, അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. അവതാർ ദ ലാസ്റ്റ് എയർ ബെൻഡർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മിയ കുൽപ്പ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ ഉച്ചയോടുകൂടി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. 57 സെക്കൻഡ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് തെലുങ്ക് സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. ഭാമകലാപം 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. പ്രിയാമണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത. കഴിഞ്ഞ ആഴ്ച ഈ സിനിമയുടെ തെലുങ്ക് വേഷം റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ തമിഴ് ഡബ്ഡ് വേഷം ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. പലരും ചോദിച്ചിരുന്നു ഈ സിനിമയുടെ മലയാളം തമിഴും ഒക്കെ ഡബ്ഡ് വേഷം വരുമോ എന്നുള്ളത്. അടുത്ത ദിവസം തന്നെ വരുമെന്ന് ഞാൻ റിപ്ലൈയും കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേഷം കാത്തിരിക്കുന്നവർക്ക് കാണാവുന്നതാണ് ആഹാ തമിഴ് വഴി. അടുത്ത ഒരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. പോച്ചർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. നിമിഷ സജീൻ അതുപോലെ തന്നെ റോഷൻ മാത്യു ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ആണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ്. സിംഗപ്പൂർ സലൂൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. RJ ബാലാജി, സത്യരാജ്, ലാൽ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ടെന്റ് കോട്ട വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലും അവൈലബിൾ ആയിരിക്കും. അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമയാണ്. നമ്മുടെ ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബ എന്ന് പറഞ്ഞ സിനിമ. ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. വേറെ സിനിമകൾ റിലീസ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഏതെങ്കിലും സർപ്രൈസ് റിലീസുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 3 സിനിമകളുടെ അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. റാണി ദ റിയൽ സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നു. മനോരമ മാക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. മാർച്ച് മാസം 3-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിരുന്നു ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്നോട് ഡേറ്റ് തെറ്റിപ്പോയായിരുന്നു. മാർച്ച് മാസം 7-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഹണി റോസ്, ഭാവന, ഉർവശി, ഇന്ദ്രൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു സിനിമ മാർച്ച് മാസം 7-ാം തീയതി പിന്നെ മനോരമ മാക്സ് വഴി നമുക്ക് പ്രതീക്ഷിക്കാവുന്നല്ല, ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് തമിഴിൽ നിന്ന് റിലീസ് ചെയ്ത കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത രജനീകാന്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു ഈ ഒരു സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മാർച്ച് മാസം 8-ാം തീയതി റിലീസ് ചെയ്യുന്ന ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് തെലുങ്കിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു വമ്പൻ
സിനിമയായിരുന്നു ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ. കുറഞ്ഞ ബജറ്റിൽ വന്ന് നല്ലൊരു കളക്ഷൻ നേടി വൻ വിജയം നേടിയ സിനിമയായിരുന്നു ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് C5 ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. C5 ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് മാസം 1-ാം തീയതിയോ അല്ലെങ്കിൽ മാർച്ച് മാസം 8-ാം തീയതിയോ റിലീസ് ചെയ്തുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷയിലായിരിക്കും ഈ സിനിമ വരിക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകളിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് എബ്രഹാം ഓസ്ലർ എന്ന് വരുന്നുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഇന്ന് രാത്രി 12 ശേഷം എന്തെങ്കിലും സർപ്രൈസുകൾ പ്രതീക്ഷിക്കാം. നമുക്ക് മലയക്കോട്ടെ വാലിബൻ തന്നെയല്ല കേട്ടോ, വേറെയും തമിഴോ മലയാളമോ ഏതെങ്കിലും സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആമസോൺ പ്രൈമിൽ. അപ്പോൾ പിന്നെ വേറെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. വേറെ പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ തിയേറ്ററിൽ പോയി എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നല്ലൊരു സിനിമയാണ്. ഞാൻ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എൻ്റെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ്, എൻ്റെ റിവ്യൂ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. പിന്നെ എന്താ പറയുക, ടച്ച് മീ നോട്ട് എന്ന ഷോർട്ട് ഫിലിമും എല്ലാവരും കാണേണ്ട ഷോർട്ട് ഫിലിമാണ്. ഓക്കെ, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.